നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുകയും എന്നാൽ ആ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഓരോ ദിവസവും സ്ഥിരമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നാളെ മുതൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കും, നാളെ മുതൽ വ്യായാമം ചെയ്യും, നാളെ മുതൽ ഫോൺ കുറച്ച് ഉപയോഗിക്കും. പക്ഷേ ആ നാളെ പലർക്കും ഒരിക്കലും വരാറില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം നമ്മൾ എപ്പോഴും മാറ്റത്തിനായി ഒരു മോട്ടിവേഷനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ജീവിതം മാറ്റുന്നത് മോട്ടിവേഷൻ അല്ല, സെൽഫ് ഡിസിപ്ലിൻ ആണ്. പലരും കരുതുന്നത് സെൽഫ് ഡിസിപ്ലിൻ എന്നത് വളരെ കഠിനമായ ഒരു ജീവിതമാണെന്നാണ്. എപ്പോഴും നിയമങ്ങൾ, ത്യാഗങ്ങൾ, സന്തോഷമില്ലാത്ത പട്ടാളച്ചിട്ടയിലുള്ള ജീവിതം എന്നൊക്കെയാണ്. എന്നാൽ അത് സത്യമല്ല. യഥാർത്ഥത്തിൽ സെൽഫ് ഡിസിപ്ലിൻ എന്നത് നമ്മുടെ ഭാവിയിലെ നമ്മൾ ഇന്നത്തെ നമ്മളെ നന്ദിയോടെ ഓർക്കുന്ന രീതിയിൽ ഇന്ന് ജീവിക്കുകയാണ്. ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാളുകൾ, ഒരാൾ എല്ലാ ദിവസവും മോട്ടിവേഷൻ ഉണ്ടാവുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്നു. മറ്റേയാൾ സമയമില്ലെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും ചെറിയൊരു ചുവടെങ്കിലും ദിവസവും മുന്നോട്ട് വയ്ക്കുന്നു. ഒരു വർഷം കഴിഞ്ഞാൽ ആരാണ് കൂടുതൽ മാറിയിരിക്കുക? തീർച്ചയായും രണ്ടാമത്തെ വ്യക്തി. കാരണം വിജയത്തെ നിർമ്മിക്കുന്നത് വലിയ തീരുമാനങ്ങളല്ല, ചെറിയ അച്ചടക്കങ്ങളാണ്. സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ ഒരു മസിൽ പോലെയാണ്. ആദ്യം അത് ദുർബലമായിരിക്കും, പക്ഷെ ഓരോ ദിവസവും ചെറിയ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് ശക്തമാവുന്നു. ആദ്യ ദിവസം 5 മിനിറ്റ് വായിക്കുക, അടുത്ത ദിവസം വീണ്ടും, പിന്നെയും വീണ്ടും. അങ്ങനെ അച്ചടക്കം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകുന്നു. പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്ന് അറിയാമോ? അവർ ഒരു ദിവസം കൊണ്ട് ജീവിതം മുഴുവൻ മാറ്റാൻ ശ്രമിക്കുന്നു. നാളെ മുതൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, 1 മണിക്കൂർ വ്യായാമം ചെയ്യും, 30 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും, ഒരു പുസ്തകം വായിക്കും, ഡയറ്റ് ചെയ്യും, ഫോൺ ഉപയോഗിക്കില്ല. പക്ഷേ 3-4 ദിവസത്തിനുള്ളിൽ എല്ലാം അവസാനിക്കും. എന്തുകൊണ്ട്? കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും വലിയ മാറ്റങ്ങളെ എതിർക്കും, എന്നാൽ മനസ്സ് ചെറിയ മാറ്റങ്ങളെ എപ്പോഴും സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെറുതായി തുടങ്ങുക, വളരെ ചെറുതായി. വായിക്കാൻ ആഗ്രഹമുണ്ടോ? 1 പേജ് മാത്രം ദിവസവും വായിക്കുക. മെഡിറ്റേഷൻ തുടങ്ങണോ? 2 മിനിറ്റ് മാത്രം ദിവസവും ചെയ്യുക. വ്യായാമം 5 മിനിറ്റ്. ചെറിയ വിജയങ്ങൾ വലിയ മാറ്റങ്ങളുടെ വിത്തുകളാണ്. ഇനി ഒരു രഹസ്യം പറയട്ടെ. ഓരോ തവണയും നമ്മൾ നമ്മൾക്ക് നൽകിയ ഒരു വാക്ക് പാലിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം അല്പം കൂടി വളരുന്നു. കാരണം നമ്മുടെ മനസ്സ് പറയാൻ തുടങ്ങും, എനിക്ക് എന്നെ വിശ്വസിക്കാം, അതിലും വലിയ ശക്തി മറ്റൊന്നില്ല. പക്ഷേ ഓരോ തവണയും നമ്മൾ നമ്മളോട് പറഞ്ഞ വാക്ക് ലംഘിക്കുമ്പോൾ നമ്മുടെ സെൽഫ് ട്രസ്റ്റ് കുറയുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്ന വാക്കുകളേക്കാൾ സ്വയം നൽകുന്ന വാക്കുകൾക്ക് കൂടുതൽ വില കൊടുക്കൂ. ഓർമ്മിക്കൂ, സെൽഫ് ഡിസിപ്ലിൻ എന്നത് സ്വയം ശിക്ഷിക്കുന്നതല്ല, സ്വയം സ്നേഹിക്കുന്നതാണ്. കാരണം നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ അത് ശിക്ഷയല്ല, സ്നേഹമാണ്. നാം നേരത്തെ ഉറങ്ങുമ്പോൾ അത് നിയന്ത്രണമല്ല, സ്വയം കെയർ ചെയ്യലാണ്. നാം നമ്മുടെ ലക്ഷ്യത്തിനായി സമയം കണ്ടെത്തുമ്പോൾ അതൊരു ഭാരമല്ല, നമ്മുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സമ്മാനമാണ്. ഇന്നു മുതൽ ഒരു ചെറിയ തീരുമാനമെടുക്കൂ. വലിയ മാറ്റങ്ങളൊന്നും വേണ്ട, ഒരു ചെറിയ ശീലം മാത്രം തുടങ്ങി വയ്ക്കൂ. അടുത്ത 7 ദിവസം ഒരു ദിവസം പോലും മുടക്കാതെ അത് ചെയ്യുക. 5 മിനിറ്റ് വായിക്കാം, അല്ലെങ്കിൽ 2 മിനിറ്റ് ധ്യാനം ചെയ്യാം, അല്ലെങ്കിൽ 10 മിനിറ്റ് നടക്കാം. ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷെ അതാണ് നമ്മുടെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കാം. ജീവിതത്തെ മാറ്റുന്നത് ഒരൊറ്റ വലിയ തീരുമാനമല്ല, എല്ലാ ദിവസവും നമ്മൾ ആവർത്തിക്കുന്ന ചെറിയ ശീലങ്ങളാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് മോട്ടിവേഷനെ കാത്തിരിക്കരുത്, ഒരു ചെറിയ ചുവട് ഇന്ന് തന്നെ വയ്ക്കൂ. കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്ന ചെറിയ അച്ചടക്കങ്ങളാണ് ഭാവിയിലെ എക്സ്ട്രാ ഓർഡിനറി ആയ നമ്മളെ സൃഷ്ടിക്കുന്നത്.